മുനമ്പം വിഷയത്തിൽ നിങ്ങൾ ചോദിച്ചു എന്ന് പറഞ്ഞു. അത് മുനമ്പം വിഷയത്തിൽ എല്ലാ സംഘടനകളും സർക്കാരിന് ഒരു മധ്യസ്ഥതയ്ക്ക് വിട്ടുകൊടുത്തതാണ്. സർക്കാർ ആ കാര്യം അവധാനപൂർവം ചെയ്തില്ല എന്നുള്ളതാണ് പ്രഥമദൃഷ്ട്യാ ഹൈക്കോടതി വിധിയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കമ്മീഷനെ വെച്ചത് പ്രോപ്പറായി ചെയ്തില്ല എന്നുള്ള സാങ്കേതികത്വമാണ്. അതുകൊണ്ട് ഇത്രയും സെൻസിറ്റീവായിട്ടുള്ള ഒരു വിഷയത്തിൽ എല്ലാ സംഘടനകളും, മുസ്ലിം സംഘടനകൾ ഉൾപ്പെടെ, മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം സംഘടനകൾ ഉൾപ്പെടെ എല്ലാവരും ഈ വിഷയത്തിൽ ഒരു മധ്യസ്ഥതയ്ക്ക് സർക്കാരിന് വിട്ടുകൊടുത്തിരിക്കെ അത് അവധാനപൂർവം സർക്കാർ ചെയ്യേണ്ടതായിരുന്നു. അങ്ങനെ സർക്കാർ ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കോടതി വിധി ഉണ്ടായിരിക്കുന്നത്. അതിന് അടിയന്തര നടപടി എടുക്കേണ്ടതും അതുകൊണ്ട് തന്നെ സർക്കാരാണ്. അതാണ് ഈ വിഷയത്തിൽ. ഇവിടെ എല്ലാ മുസ്ലിം സംഘടനകളും അവിടെ കുടിയൊഴിപ്പിക്കൽ പാടില്ല, അതാണല്ലോ പ്രശ്നം. അത് യാതൊരു അർത്ഥസംഖ്യക്കും ഇടയില്ലാത്ത വിധം പറഞ്ഞതാണ്. അതിൽ സർക്കാർ ഉചിതമായ നടപടി എടുത്തോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വെച്ച കമ്മീഷനാണിപ്പത്. ആ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തത് അതിലുള്ള നിയമപരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടാണ്. ഇപ്പോൾ സർക്കാരിന് അവകാശമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നടപടിക്രമങ്ങൾ മുഴുവൻ പാലിച്ചിട്ടില്ല എന്ന അർത്ഥത്തിലാണ്. വിധി പൂർണ്ണമായി പഠിച്ചിട്ടില്ല, സബ്ജക്ട് കറക്ഷൻ. അതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ആ വിധി മുഴുവൻ വായിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് സെയ്ദ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹത്തിന്റെ ഇനീഷ്യേറ്റീവിൽ എല്ലാ മുസ്ലിം സംഘടനകളെയും വിളിച്ചുകൂട്ടി. മാത്രമല്ല ബഹുമാനരായ ബിഷപ്പ്മാരുൾപ്പെടെ ഉള്ള അവരുടെ സമിതിയോടും അവരോടൊക്കെ പോയി ചർച്ച നടത്തി പ്രശ്നം രമ്യമായി തീരാനുള്ള എല്ലാ ഇനീഷ്യേറ്റീവും എടുത്തു കഴിഞ്ഞതാണ്. എല്ലാവരും സർക്കാരിന് വിട്ടുകൊടുത്ത ഒരു കാര്യം സർക്കാർ അവധാനപൂർവ്വം ചെയ്തില്ല എന്നുള്ളതാണ് ഇവിടെ പ്രശ്നം. ഇവിടെ വീണ്ടും പ്രവർത്തിക്കേണ്ടത്, അടിയന്തരമായി പ്രവർത്തിക്കേണ്ടത് ഗവൺമെന്റാണ്. അതാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. അത് ഗവൺമെന്റാണ് തീരുമാനിക്കുന്നതെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നിയമപരമായ വശങ്ങൾ പരിശോധിച്ച് കോടതി വിധിയിൽ വന്നിരിക്കുന്ന ആ സാങ്കേതിക പ്രശ്നം പരിഹരിക്കാൻ എന്ത് ചെയ്യണം എന്ന് ഗവൺമെന്റാണ് ഇനി തീരുമാനിക്കേണ്ടത്. ഏതായാലും നടപടികൾ വെച്ച് താമസിപ്പിക്കരുത്. ഈ വിഷയത്തിൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയതുകൊണ്ട്, പ്രശ്നമായതുകൊണ്ട് ഉടൻ പരിഹാരം ഉണ്ടാക്കണം. അതിനുള്ള നടപടി ഗവൺമെന്റ് എടുക്കണം എന്നുള്ളതാണ് എല്ലാവർക്കും പറയാനുള്ളത്. അല്ല, അതിപ്പോ അല്ലാതെ തന്നെ ഗവൺമെന്റിന് ഈ വിഷയം പരിഹരിക്കാമായിരുന്നു. അത് വേറെ വിഷയം. ഞങ്ങൾ പറഞ്ഞതാണല്ലോ, കൂടിയാലോചനകളുടെ പരിഹരിക്കാവുന്ന പ്രസ്തുത ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളായിരുന്നു എന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ചെയ്യാം. കൂടിയാലോചനയിലൂടെ പരിഹരിക്കാവുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നുള്ളൂ, മുനമ്പം വിഷയം. പക്ഷെ സർക്കാർ കമ്മീഷൻ വെച്ച് താമസിപ്പിക്കരുത് എന്നും താമസിപ്പിക്കാതെ താമസിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞതാണല്ലോ. അത് സർക്കാർ കേട്ടില്ല. സർക്കാർ കമ്മീഷനെ വെച്ചു. ആ കമ്മീഷൻ ആണ് ഇപ്പോ കോടതി സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നത്. എന്റെ വിധിന്യായം കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം.